നമസ്കാരം. ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. മൗര്യഭരണം. ഇതൊരു സാധാരണ രാജവംശത്തിന്റെ കഥയല്ല, മറിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ആദ്യമായി ഒരുമിപ്പിച്ച് ഒരു സാമ്രാജ്യമെന്ന ആശയത്തിന് അടിത്തറയിട്ട് ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. അപ്പോ മൗര്യന്മാർ എങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രഗതിയെ മാറ്റിമറിച്ചത്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഈ വിശകലനം തുടങ്ങുന്നതിനു മുൻപ് നമുക്കൊരു നിമിഷം പുറകിലേക്ക് പോകാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ മൗര്യ സാമ്രാജ്യം ഉണ്ടാകുന്നതിനു മുൻപ് എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ മാത്രമേ മൗര്യന്മാർ കൊണ്ടുവന്ന മാറ്റത്തിന്റെ യഥാർത്ഥ വലുപ്പം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മുടെ ഈയൊരു വിശകലനം 5 പ്രധാന ഭാഗങ്ങളായിട്ടാണ് മുന്നോട്ടു പോകുന്നത്. ആദ്യം നമ്മൾ മൗര്യന്മാർക്ക് മുൻപുള്ള ആ ഒരു വിഘടിച്ച രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്ന് നോക്കും. പിന്നെ അതിൽ നിന്ന് അവരെങ്ങനെയാണ് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്നും അതിനായി എങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനമാണ് ഉണ്ടാക്കിയതെന്നും ചർച്ച ചെയ്യും. അതിനുശേഷം ഇത്രയും വലിയൊരു രാജ്യത്തെ എങ്ങനെ ഒന്നിച്ചു നിർത്തിയെന്നും അവസാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മൗര്യന്മാർ അവശേഷിപ്പിച്ചു പോയ ആ ഒരു ബ്ലൂപ്രിന്റ് എന്തായിരുന്നു എന്നും നമ്മൾ പരിശോധിക്കും. അപ്പൊ ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. മൗര്യന്മാർ വരുന്നതിന് മുൻപുള്ള ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ അതൊരു വിഘടിച്ച ഭൂമികയായിരുന്നു. ഒരുപാട് ചെറിയ ചെറിയ രാജ്യങ്ങൾ പരസ്പരം അധികാരത്തിനു വേണ്ടി പോരടിക്കുന്നൊരു കാലം. ഈ കാലഘട്ടത്തെയാണ് നമ്മൾ മഹാജനപദങ്ങളുടെ കാലം എന്ന് പറയുന്നത്. ഏകദേശം BCE 6-ാം നൂറ്റാണ്ടിൽ ഗംഗാ സമതലങ്ങളിൽ ഒരുപാട് സ്വതന്ത്ര രാജ്യങ്ങൾ ഉയർന്നുവന്നു. ചിലത് രാജഭരണത്തിന് കീഴിലായിരുന്നു, മറ്റു ചിലത് റിപ്പബ്ലിക്കുകളും. ഇവിടെ ഒരു വലിയ സാമൂഹിക മാറ്റം സംഭവിക്കുന്നുണ്ട്. അതുവരെ ജന അഥവാ ഒരു ഗോത്രത്തിന്റെ ഭാഗമായിരുന്ന മനുഷ്യർ ആദ്യമായി ജനപദ അഥവാ ഒരു നിശ്ചിത ഭൂപ്രദേശത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിച്ചു തുടങ്ങി. പക്ഷെ എന്നിരുന്നാലും അധികാരം പലയിടത്തായി ചിതറിക്കിടക്കുകയായിരുന്നു. ഈ ടേബിൾ ഒന്ന് നോക്കിയാലേ സംഭവം കുറച്ചുകൂടി വ്യക്തമാകും. മൗര്യന്മാർക്ക് മുൻപും ശേഷവുമുള്ള മാറ്റം നോക്കൂ. മഹാജനപദങ്ങളുടെ കാലത്ത് അധികാരം പ്രാദേശികമായിരുന്നു, പല കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. എന്നാൽ മൗര്യന്മാരുടെ കാലത്ത് അതൊരു ഉപഭൂഖണ്ഡത്തോളം വളർന്നു. ചിതറിക്കിടന്ന അധികാരമെല്ലാം ഒരു കേന്ദ്രീകൃത രാജാവിന്റെ കയ്യിലെത്തി. ചക്രവർത്തി അഥവാ ലോകം മുഴുവൻ ഭരിക്കുന്നവനെന്നൊരാശയം പണ്ടേ ഉണ്ടായിരുന്നു, ഒരു സ്വപ്നം പോലെ. പക്ഷെ ആ സ്വപ്നത്തെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാക്കി മാറ്റിയത് മൗര്യന്മാരാണ്. ഇനി നമുക്ക് മൗര്യന്മാരുടെ ഏറ്റവും വലിയ നേട്ടത്തിലേക്ക് വരാം. സാമ്രാജ്യത്വ ഐക്യം സ്ഥാപിച്ചത്. ഇന്ത്യൻ ചരിത്രത്തില് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഭൂവിഭാഗം ഒരൊറ്റ ഭരണത്തിന് കീഴിൽ വരുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. ഏകദേശം BCE 265-ലെ ഈ ഭൂപടത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. തെക്കേ അറ്റത്തുള്ള കുറച്ച് ഭാഗങ്ങളൊഴികെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏതാണ്ട് മുഴുവനായും മൗര്യ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു രാഷ്ട്രീയ ഏകീകരണം ഇവിടെ നടക്കുന്നത്. ഈ സാമ്രാജ്യത്വ ഐക്യം അഥവാ ഇംപീരിയൽ യൂണിറ്റി എന്ന ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ടത്തെ കവികളും ചിന്തകരുമൊക്കെ ഹിമാലയം മുതൽ കടൽ വരെ ഭരിക്കുന്ന ഒരു ചക്രവർത്തിയെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നത്തിനൊരു രാഷ്ട്രീയ രൂപം കൊടുത്തത്, അതിനെ യാഥാർത്ഥ്യമാക്കിയതും മൗര്യന്മാരായിരുന്നു. അപ്പോ സ്വാഭാവികമായും അടുത്തൊരു ചോദ്യം വരും. ഇത്രയും വലിയ ഒരുപാട് വൈവിധ്യങ്ങളുള്ളൊരു സാമ്രാജ്യം എങ്ങനെയാണ് അവർ ഭരിച്ചു നിർത്തിയത്? വെറുതെ യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയാൽ മാത്രം മതിയോ? പോരാ. അതിന്റെ ഉത്തരമാണ് അവരുടെ പുതിയ കേന്ദ്രീകൃതമായ ഭരണരീതി. മൗര്യന്മാർ സ്ഥാപിച്ചതിനെ നമുക്കൊരു ബ്യൂറോക്രാറ്റിക് മൊണാർക്കി എന്ന് വിളിക്കാം. അതായത് ഉദ്യോഗസ്ഥരെ അടിസ്ഥാനമാക്കിയുള്ള ഒരു രാജവാഴ്ച. ഇവിടെ എല്ലാ അധികാരത്തിന്റെയും ഉറവിടം രാജാവാണ്. പക്ഷെ അദ്ദേഹം ഭരിക്കുന്നത് സൈന്യത്തെ മാത്രം ഉപയോഗിച്ചല്ല, മറിച്ച് വളരെ ചിട്ടയോടുകൂടി പല തട്ടുകളിലുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ സഹായത്തോടെയാണ്. ഈ കേന്ദ്രീകൃത ഭരണത്തിന്റെ പ്രധാന തൂണുകൾ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കാം. 1. എല്ലാ കാര്യത്തിലും അവസാന വാക്ക് രാജാവിൻ്റേതാണ്. 2. അദ്ദേഹത്തെ സഹായിക്കാൻ മഹാമാത്രർ, അമാത്യർ എന്നൊക്കെ പേരുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥ ശൃംഖല തന്നെയുണ്ടായിരുന്നു. 3. സാമ്രാജ്യത്തെ പല പ്രവിശ്യകളായി തിരിച്ച് രാജകുടുംബത്തിലെ തന്നെ കുമാരന്മാരെ ഗവർണർമാരായി നിയമിച്ചു. 4. നികുതി പിരിക്കാൻ വളരെ ശക്തവും കാര്യക്ഷമവുമായ ഒരു സംവിധാനം അവരുണ്ടാക്കി. പിന്നെ ഏറ്റവും പ്രധാനമായി കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് ശമ്പളം കൊടുക്കുന്ന ഒരു വലിയ സ്ഥിരം സൈന്യവും അവർ നിലനിർത്തി. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇത്രയും വ്യത്യസ്തമായ ഭാഷകളും സംസ്കാരങ്ങളുമുള്ള ഒരു വലിയ സാമ്രാജ്യത്തെ വെറും നിയമവും പട്ടാളവും വെച്ച് മാത്രം ഒരുമിച്ച് നിർത്താൻ പറ്റില്ല. അതിന് സജീവമായ ഒരു സംയോജനം തന്നെ വേണമായിരുന്നു. അതാണ് നമ്മുടെ 4ാമത്തെ വിഷയം.
ഈ സംയോജന പ്രക്രിയയ്ക്ക് 3 പ്രധാന തലങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തത് പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ, അതായത് അങ്ക, കാശി, കലിംഗം പോലുള്ള രാജ്യങ്ങളെ മഗധയോട് കൂട്ടിച്ചേർത്ത് ഒരു ഒറ്റ രാഷ്ട്രീയ ശക്തിയായി മാറി. രണ്ടാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാൻഡർഡൈസേഷൻ. രാജ്യത്തുടനീളം ഒരേപോലത്തെ ഭരണരീതി, നികുതി, നിയമങ്ങൾ എന്നിവ നടപ്പിലാക്കി. മൂന്നാമത്തേതും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതും അശോകന്റെ ധമ്മ നയമായിരുന്നു. ഇതൊരു മതമല്ല, മറിച്ച് ഒരു ധാർമ്മിക നിയമ സംഹിതയാണ്. ഈ പൊതുവായ നിയമങ്ങളിലൂടെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും ഒരു പൊതു സംസ്കാരം വളർത്താനും അശോകൻ ശ്രമിച്ചു. ഇതിനെക്കുറിച്ച് പ്രശസ്ത ചരിത്രകാരനായ ആർ.എസ്. ശർമ്മ പറയുന്നത് വളരെ കൃത്യമായൊരു കാര്യമാണ്. അശോകന്റേത് യാദൃച്ഛികമായി സംഭവിച്ച ഒന്നല്ല, മറിച്ച് ബോധപൂർവവും ആസൂത്രിതവുമായ ഒരു സാംസ്കാരിക സംയോജന നയം തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ മൗര്യൻ പരീക്ഷണം, അതിന്റെ ഒരു ലെഗസി എന്തായിരുന്നു? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ഇനി UPSC പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവില് നമുക്കിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. ഒന്നാമതായി, ആദ്യത്തെ ഉപഭൂഖണ്ഡ സാമ്രാജ്യം സ്ഥാപിച്ചതിലൂടെ പിന്നീട് വന്ന രാജവംശങ്ങൾക്ക് അവരൊരു ബ്ലൂ പ്രിന്റ് അഥവാ മാതൃക നൽകി. രണ്ടാമതായി, ചക്രവർത്തി എന്ന ആശയത്തെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാക്കി മാറ്റി. മൂന്നാമതായി, അവരുടെ കേന്ദ്രീകൃത ഉദ്യോഗസ്ഥ ഭരണരീതി പിന്നീട് വന്ന പല ഇന്ത്യൻ ഭരണകൂടങ്ങളെയും സ്വാധീനിച്ചു. അവസാനമായി, രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും സാമ്പത്തികമായും സാംസ്കാരികമായും ബന്ധിപ്പിച്ച് ഒരു സമ്മിശ്ര സംസ്കാരത്തിന് അവരടിത്തറയിട്ടു. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഈയൊരു ചോദ്യം നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഒരൊറ്റ ശക്തമായ കേന്ദ്രീകൃത ഭരണം എന്ന ഈ മൗര്യനാശയം ഇന്ത്യൻ ചരിത്രത്തെ എന്നേക്കുമായി രൂപപ്പെടുത്തിയോ? ഈ സാമ്രാജ്യത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുക, ചിന്തിക്കുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. നമസ്കാരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായി ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് മൗര്യന്മാരായിരുന്നു, അല്ലേ? അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ശക്തവും കേന്ദ്രീകൃതവുമായ ഒരു ഭരണ സംവിധാനമായിരുന്നു അത്. ഇന്ന് നമ്മൾ ആ ഭരണകൂടത്തിന്റെ ഉള്ളറകളിലേക്ക്, അതിന്റെ നിയന്ത്രണ രീതികളിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. ശരി, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ മൗര്യ രാജാക്കന്മാരുടെ അധികാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തായിരുന്നു എന്ന് പരിശോധിക്കും. അതിനുശേഷം കേന്ദ്ര, പ്രാദേശിക ഭരണരീതികൾ, പിന്നെ അവരുടെ ആ വിപുലമായ ചാരസംവിധാനം, ഒടുവിൽ സൈനിക, നീതിന്യായ ശക്തി എന്നിവയെക്കുറിച്ചുമെല്ലാം നമുക്ക് വിശദമായി മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? രാജാവിൽ നിന്ന്. രാജാവിന്റെ ആ പരമമായ അധികാരത്തിന് അടിത്തറ പാകിയ തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. മൗര്യഭരണത്തിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് കൗടില്യന്റെ സപ്താംഗ സിദ്ധാന്തമാണ്. അപ്പോൾ ഈ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു രാഷ്ട്രമെന്ന് പറയുന്നത് 7 പ്രധാന ഭാഗങ്ങളുള്ള ഒരു ശരീരം പോലെയാണ്. അതില് രാജാവ് തലച്ചോറാണെങ്കിൽ മന്ത്രിമാരും സൈന്യവും ഖജനാവുമെല്ലാം മറ്റു പ്രധാന അവയവങ്ങൾ പോലെയാണ്. ഇവയെല്ലാം ഒരുമിച്ച് ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ രാഷ്ട്രം സുസ്ഥിരമായി നിലനിൽക്കൂ. അപ്പോൾ രാജാവ് എന്ന് പറയുന്നത് വെറും ഒരു ഭരണാധികാരി മാത്രമല്ല, രാഷ്ട്രത്തിന്റെ ആത്മാവായിട്ടാണ് ശരിക്കും കണക്കാക്കിയിരുന്നത്. സമൂഹത്തിൽ നിയമവും സമാധാനവും നിലനിർത്തേണ്ടത്, അതായത് ധർമ്മം സ്ഥാപിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ധർമ്മപ്രവർത്തക എന്ന് വിളിച്ചിരുന്നത്, അതായത് ധർമ്മം പ്രവർത്തിക്കുന്നയാൾ. അശോകന്റെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്റെ എല്ലാ പ്രജകളും എന്റെ മക്കളെപ്പോലെയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. രാജാവ് ഒരു പിതാവിനെപ്പോലെയാണ് പ്രജകളെ കണ്ടിരുന്നത്. അതായത് അധികാരം പൂർണ്ണമായും രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിലും അത് ജനങ്ങളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കണമെന്നൊരു സങ്കല്പം ഇതിനു പിന്നിലുണ്ടായിരുന്നു. അപ്പോ ഒരു ചോദ്യം വരും, രാജാവിന്റെ ഈ പരമാധികാരം എങ്ങനെയാണ് പ്രാവർത്തികമാക്കിയിരുന്നത്? കാരണം ഇത്രയും വലിയൊരു സാമ്രാജ്യം ഒരാൾക്കൊറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ലല്ലോ. അതിനായി വളരെ ചിട്ടയോടുകൂടി ശക്തമായ ഒരു ഉദ്യോഗസ്ഥവൃന്ദം തന്നെ അവർക്കുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് മൗര്യഭരണത്തിലെ പ്രധാനികൾ. നോക്കൂ, രാജാവിന് ഉപദേശം കൊടുക്കാൻ ഒരു മന്ത്രിപരിഷത്ത്, അതായത് ഇന്നത്തെ ഒരു മന്ത്രിസഭ പോലെ ഒന്നുണ്ടായിരുന്നു. സൈന്യത്തിന് നേതൃത്വം നൽകാൻ സേനാപതി, രാജാവിന് ആത്മീയവും രാഷ്ട്രീയവുമായ ഉപദേശങ്ങൾ നൽകാൻ പുരോഹിതൻ, അടുത്ത കിരീടാവകാശിയായ യുവരാജാവ്. ഇങ്ങനെ ഓരോ കാര്യത്തിനും വ്യക്തമായ അധികാര കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ഇവരെല്ലാമാണ് ആ ഭരണയന്ത്രം ചലിപ്പിച്ചത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. തീരുമാനമെടുത്താനുള്ള അവസാന വാക്ക് രാജാവിന്റേതാണെങ്കിലും ഈ മന്ത്രിസഭ വെറും ഒരു ഉപദേശക സമിതിയായിരുന്നില്ല. ഗവർണർമാർ,
ഖജനാവ് സൂക്ഷിപ്പുകാർ, സൈനിക മേധാവികൾ തുടങ്ങി സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകളിലേക്കുള്ള നിയമനങ്ങളിൽ ഇവർക്ക് നിർണായകമായ സ്വാധീനമുണ്ടായിരുന്നു. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ചിരുന്ന ഈ ഭരണം എങ്ങനെയാണ് ഇത്രയും വലിയ സാമ്രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തിയത്? അതിനായിട്ട് അവർക്ക് വളരെ വ്യക്തമായ ഒരു പ്രാദേശിക ഭരണ സംവിധാനം തന്നെ ഉണ്ടായിരുന്നു. ഈ ഭൂപടത്തിലേക്കൊന്ന് നോക്കിയേ. സാമ്രാജ്യത്തെ പല തന്ത്രപ്രധാനമായ പ്രവിശ്യകളായിട്ട് തിരിച്ചിരിക്കുന്നത് കാണാം. ഇതിലെ ഓരോ പ്രവിശ്യയും ഭരിച്ചിരുന്നത് കുമാരൻ എന്നറിയപ്പെടുന്ന രാജകുടുംബത്തിലെ തന്നെ ഒരാളായിരുന്നു. ഇതിനു പിന്നിലൊരു കാരണമുണ്ട്. അധികാരം രാജകുടുംബത്തിൽ തന്നെ കേന്ദ്രീകരിച്ചു നിർത്താനും പ്രവിശ്യകളിൽ നിന്ന് കലാപങ്ങൾ ഉണ്ടാകുന്നത് തടയാനും ഇതൊരുപാട് സഹായിച്ചു. അധികാരം താഴെത്തട്ടിലേക്ക് എങ്ങനെയാണ് പോയിരുന്നതെന്ന് നോക്കൂ. ഇതൊരു പിരമിഡ് പോലെയാണ്. ഏറ്റവും മുകളിൽ പ്രവിശ്യ ഭരിക്കുന്ന രാജകുമാരൻ, അതിനു താഴെ ഡിവിഷനുകൾ, പിന്നെ ജില്ലകൾ, അതിനും താഴെ ഗ്രാമങ്ങളുടെ കൂട്ടം, ഒടുവിൽ ഓരോ ഗ്രാമവും. ഓരോ ലെവലിലും കൃത്യമായ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഈ അധികാര ശൃംഖല സാമ്രാജ്യത്തിന്റെ ഓരോ കോണിലും ഭരണകൂടത്തിന്റെ നിയന്ത്രണം ഉറപ്പാക്കി. ശരി, ഭരണസംവിധാനമൊക്കെ റെഡിയായി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും വലിയ ഉദ്യോഗസ്ഥവൃന്ദം വിശ്വസ്തരാണോന്ന് എങ്ങനെ ഉറപ്പിക്കും? സാമ്രാജ്യത്തിലെ എവിടെയെങ്കിലും അസ്വസ്ഥതകൾ പുകയുന്നുണ്ടോ എന്ന് രാജാവ് എങ്ങനെ അറിയും? അതിനായിട്ട് മൗര്യന്മാർക്കൊരു രഹസ്യായുധമുണ്ടായിരുന്നു. എന്താണെന്നോ? പുരാതന ചരിത്രത്തിലെ തന്നെ ഏറ്റവും കിടിലൻ ഒരു ചാരശൃംഖല. അവർക്ക് പ്രധാനമായും 2 ടൈപ്പ് ചാരന്മാരാണുണ്ടായിരുന്നത്. ഒരു കൂട്ടര് സംസ്ഥ. ഇവർ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി താമസിച്ച് അവിടത്തെ ആളുകളുമായി അങ്ങ് ഇടകലർന്ന് ജീവിച്ച് വിവരങ്ങൾ ചോർത്തും. പിന്നെ രണ്ടാമത്തെ കൂട്ടരാണ് സഞ്ചാര. ഇവർ പല സ്ഥലങ്ങളിൽ സന്യാസിമാരായും കച്ചവടക്കാരായും മറ്റും വേഷം മാറി സഞ്ചരിച്ച് രഹസ്യങ്ങൾ കണ്ടെത്തും. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ കണ്ണും കാതുമായിരുന്നു ഇവർ. ചാരന്മാര് മാത്രമല്ല കേട്ടോ, പതിവേദകരെന്ന പേരിൽ സ്പെഷ്യൽ റിപ്പോർട്ടർമാരുമുണ്ടായിരുന്നു. ഇവരുടെ പണി എന്താണെന്നറിയാമോ? പൊതുജനാഭിപ്രായം എന്താണ്, ഉദ്യോഗസ്ഥർ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ രാജാവിനെ നേരിട്ട് അറിയിക്കുക. ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും ഭരണത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും രാജാവിനെ സഹായിച്ചു. ഇനിയാണ് ശരിക്കും അവിശ്വസനീയമെന്ന് പറയാവുന്നൊരു കാര്യം വരുന്നത്. മൗര്യന്മാർ കൃത്യമായി സെൻസസ് എടുത്തിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ജനങ്ങളെ മാത്രമല്ല, അവരുടെ ജാതി, തൊഴിൽ, എന്തിന് വീടുകളിലെ വളർത്തുമൃഗങ്ങളെ വരെ അവരെണ്ണിത്തിട്ടപ്പെടുത്തി. ഈ വിവരങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് ചാരന്മാരെ ഉപയോഗിച്ച് അവർ വീണ്ടും ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. ഭരണപരമായ ആസൂത്രണത്തിന് ഇതെത്രമാത്രം സഹായകമായിരുന്നിരിക്കണം? ഓക്കെ, ഇനി നമുക്ക് മൗര്യഭരണകൂടത്തിന്റെ നിയന്ത്രണം ഉറപ്പാക്കിയിരുന്ന 2 പ്രധാന തൂണുകളിലേക്ക് വരാം. അവരുടെ അതിവിശാലമായ സൈന്യവും ശക്തമായ നീതിന്യായ വ്യവസ്ഥയും. 6 ലക്ഷം. ഒന്ന് പറഞ്ഞു നോക്കൂ. ഇതൊരു ചെറിയ സംഖ്യയല്ല. റോമൻ ചരിത്രകാരനായ പ്ലിനി പറയുന്നത് ഇത് മൗര്യന്മാരുടെ കാലാൾപ്പടയുടെ മാത്രം കണക്കായിരുന്നു എന്നാണ്. ഓർക്കണം, പുരാതന ലോകത്ത് ഇത്രയും വലിയൊരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തുക എന്നത് അചിന്തനീയമായിരുന്നു. ഇത്രയും ഭീമമായൊരു സൈന്യത്തെ എങ്ങനെയാണ് അവർ മാനേജ് ചെയ്തിരുന്നത്? അതിനായിട്ട് 30 ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു ബോർഡ് തന്നെ ഉണ്ടായിരുന്നു. ആ ബോർഡിനെ 6 കമ്മിറ്റികളായി തിരിച്ചിരുന്നു. കാലാൾപ്പട, കുതിരപ്പട, ആനപ്പട, രഥങ്ങൾ, നാവികസേന, പിന്നെ സൈന്യത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്ന ലോജിസ്റ്റിക്സ് വിഭാഗം. ഇങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേക സമിതി. ഇതവരുടെ സംഘടനാപരമായ മികവിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഇനി നിയമത്തിന്റെ കാര്യം നോക്കിയാൽ അവിടെയും അവസാന വാക്ക് രാജാവിൻ്റേതായിരുന്നു. സാമ്രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന കോടതി, അല്ലെങ്കിൽ സുപ്രീം കോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അത് രാജാവ് തന്നെയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ അദ്ദേഹം വ്യക്തിപരമായി കേൾക്കുകയും വിധി കൽപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാല്, അവർക്ക് വളരെ ഓർഗനൈസ്ഡ് ആയ ഒരു നിയമ സംവിധാനം ഉണ്ടായിരുന്നു എന്നതാണ്. സിവിൽ, ക്രിമിനൽ കോടതികൾ, തലസ്ഥാനത്ത് ഒരു ചീഫ് ജസ്റ്റിസ്, പ്രധാന നഗരങ്ങളിൽ പോലീസ് സ്റ്റേഷനുകൾ, ഇവയെല്ലാം അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഇത് രാജാവിന്റെ അധികാരത്തിന് ഒരു നിയമപരമായ ചട്ടക്കൂട് നൽകുകയും രാജ്യത്ത് നിയമവാഴ്ച ഉറപ്പാക്കുകയും ചെയ്തു. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യത്തിലേക്കാണ് എത്തുന്നത്. ഒരു വശത്ത് ആളുകളെ എപ്പോഴും നിരീക്ഷിക്കുന്ന ഒരു ഭീമൻ സൈന്യത്തെ വെച്ച് ഭരിക്കുന്ന ഒരു ഭരണകൂടം, മറുവശത്ത് എന്റെ പ്രജകൾ എന്റെ മക്കളെപ്പോലെയാണ് എന്ന് പറയുന്ന ജനക്ഷേമത്തിനും ധർമ്മത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫിലോസഫി. ഈ രണ്ടും, അതായത് ഈ ഉരുക്കുമുഷ്ടിയും ഒരു പിതാവിന്റെ വാത്സല്യവും മൗര്യന്മാരെങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോയത്? ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അവരുടെ ഭരണത്തിന്റെ സങ്കീർണത നമുക്ക് ശരിക്കും മനസ്സിലാവുക. നമസ്കാരം. പുരാതന ഇന്ത്യ കണ്ട
ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് മൗര്യ സാമ്രാജ്യം. ഒന്നാലോചിച്ചു നോക്കിയേ, ഇത്രയും വലിയൊരു മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്? അതിന്റെ ഫ്യൂവൽ എന്തായിരുന്നു? പണം. അപ്പോൾ ഇന്ന് നമ്മൾ ആ സാമ്പത്തിക രഹസ്യങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഈ ഒരു സംഖ്യയിലേക്ക് ഒന്ന് നോക്കിക്കേ. 6 ലക്ഷം. ഇത് വെറും കാലാൽപ്പടയുടെ മാത്രം കണക്കാണ് കേട്ടോ. ചന്ദ്രഗുപ്ത മൗര്യന്റെ ആർമി. ഇതിന്റെ കൂടെ ഒരു 30,000 കുതിരപ്പട, 9,000 യുദ്ധയാനകൾ, പിന്നെ 8,000 രഥങ്ങൾ. ഹോ, എന്തൊരു ഭീമാകാരമായ സൈന്യമാണെന്നോർക്കണം. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, അല്ലേ, ഇത്ര വലിയൊരു സൈന്യത്തിനും രാജ്യമെമ്പാടും പരന്നു കിടക്കുന്നൊരു ഭരണകൂടത്തിനുമൊക്കെ ശമ്പളം കൊടുക്കണ്ടേ? അവർക്ക് എവിടെന്നാ ഇത്രയും പണം കിട്ടിയത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഈ സാമ്പത്തിക രഹസ്യം മനസ്സിലാക്കാൻ നമ്മൾ 5 പ്രധാന കാര്യങ്ങളിലേക്കാണ് നോക്കുന്നത്. ആദ്യം തന്നെ ഈ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക എഞ്ചിൻ എന്തായിരുന്നു? പിന്നെ കൃഷി, വ്യാപാരം, വ്യവസായം, ഇതൊക്കെ എങ്ങനെയാ അവർ കൺട്രോൾ ചെയ്തത്? അവസാനം ഈ സിസ്റ്റത്തിനെ മൊത്തത്തിൽ താങ്ങി നിർത്തിയ ആ തൂണുകൾ എന്തൊക്കെയായിരുന്നു എന്നു നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. എന്തായിരുന്നു മൗര്യന്മാരുടെ ഈ സാമ്പത്തിക പോളിസിയുടെയൊക്കെ പ്രധാന കേന്ദ്രബിന്ദു? അതിന്റെ ഉത്തരം ഇതാണ്: കോഷ, അതായത് സ്റ്റേറ്റ് ട്രഷറി അല്ലെങ്കിൽ ഖജനാവ്. മൗര്യൻ സാമ്രാജ്യത്തിലെ എല്ലാ സാമ്പത്തിക നിയമങ്ങളുടെയും ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഈ ഖജനാവ് എപ്പോഴും നിറഞ്ഞിരിക്കണം. കാരണം സിമ്പിളാണ്, ആ ഭീമൻ സൈന്യത്തിനും ആയിരക്കണക്കിന് വരുന്ന ഉദ്യോഗസ്ഥർക്കും ശമ്പളം കൊടുക്കാനും രാജ്യത്ത് പബ്ലിക് വർക്ക്സ് നടത്താനുമൊക്കെയുള്ള പണം വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ ശരി, ഈ ഖജനാവ് നിറയ്ക്കാൻ പണം വരുന്നത് എവിടുന്നാ? ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് അഗ്രികൾച്ചർ തന്നെ, അഥവാ കൃഷി. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് പോകാം. മൗര്യൻ അഗ്രേരിയൻ മോഡലിൽ പ്രധാനമായും 2 തരം ഭൂമികളുണ്ടായിരുന്നു. ഒന്ന് പ്രൈവറ്റ് ലാൻഡ്സ്. ഇതിന്റെ ഓണേഴ്സിനെ ക്ഷേത്രക എന്ന് പറയും. ഇവിടെ നിന്നാണ് ഗവൺമെന്റിന് പ്രധാനമായും ടാക്സ് കിട്ടുന്നത്. രണ്ടാമത്തേത് സ്റ്റേറ്റ് ഓൺഡ് ലാൻഡ്സ്. ഇതിനെ സീത എന്നാണ് വിളിക്കുന്നത്. ഇത് നേരിട്ട് രാജാവിന്റെ കൺട്രോളിലുള്ള ഭൂമിയാണ്. അടിമകളെയും യുദ്ധതടവുകാരെയുമൊക്കെ വെച്ച് ഇവിടെ കൃഷി ചെയ്യിപ്പിച്ച് വരുമാനം മുഴുവൻ നേരെ ഖജനാവിലേക്ക് പോകും. അപ്പോ ഈ സ്വകാര്യ കർഷകർ എത്ര നികുതി കൊടുക്കണം? വിളവിന്റെ 1/6, 1/6. ഇതിനെയാണ് ഭാഗ എന്ന് പറഞ്ഞിരുന്നത്. ഇതായിരുന്നു സ്റ്റാൻഡേർഡ് ലാൻഡ് ടാക്സ്. എന്നാൽ ഇതുകൊണ്ട് തീർന്നില്ല. സ്റ്റേറ്റ് എങ്ങാനും ഇറിഗേഷൻ സൗകര്യങ്ങൾ, അതായത് ജലസേചനത്തിനുള്ള വഴികളൊക്കെ ഒരുക്കിത്തന്നാൽ നികുതി കൂടും. ഉദക ഭാഗ എന്നാണ് ആ ടാക്സിന്റെ പേര്. അത് വിളവിന്റെ 5/1 മുതൽ 3/1 വരെ പോകും. അതായത് 20% മുതൽ 33% വരെ. അപ്പോ ആലോചിച്ചു നോക്കൂ, വെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സ്റ്റേറ്റിന്റെ എത്ര കർശനമായ കൺട്രോളിലായിരുന്നെന്ന്. അപ്പോ സ്റ്റേറ്റ് വെറുതെ ടാക്സ് പിരിക്കാൻ മാത്രമല്ല ചെയ്തത്, അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യാനും അവർ മുൻകൈയെടുത്തു. സീതാ ലാൻഡ്സ് മാനേജ് ചെയ്യാൻ സീതാധ്യക്ഷ എന്ന ഉദ്യോഗസ്ഥനുമായിരുന്നു. ശൂന്യനിവേശ എന്ന പോളിസി വഴി പുതിയ സ്ഥലങ്ങളിൽ കൃഷി തുടങ്ങി. പോരാത്തതിന് കർഷകർക്ക് കന്നുകാലികളെയും വിത്തും പണവും വരെ സ്റ്റേറ്റ് സപ്പോർട്ടായി കൊടുത്തിരുന്നു. ചുരുക്കി പറഞ്ഞാല് കാർഷിക മേഖലയുടെ A to Z കാര്യങ്ങൾ സ്റ്റേറ്റിന്റെ കയ്യിലായിരുന്നു. കൃഷി കഴിഞ്ഞ പിന്നെ ഖജനാവിലേക്ക് പണം വരുന്നതെവിടുന്നാ? ട്രേഡ്, അഥവാ കച്ചവടം. അപ്പൊ നമുക്ക് അന്നത്തെ മൗര്യൻ മാർക്കറ്റുകളിലേക്കൊന്ന് പോയി നോക്കാം, അല്ലേ? നോക്കൂ, മാർക്കറ്റുകൾ പൂർണ്ണമായും സ്റ്റേറ്റിന്റെ കൺട്രോളിലായിരുന്നു. ഓരോ കാര്യത്തിനും ഓരോ ഉദ്യോഗസ്ഥരുണ്ട്. പണിയാധ്യക്ഷ ട്രേഡും വിലയുമൊക്കെ നോക്കും. സംസ്ഥാധ്യക്ഷ മാർക്കറ്റിന്റെ സൂപ്രണ്ടാണ്. പൗതവാധ്യക്ഷ അളവും തൂക്കവുമൊക്കെ സ്റ്റാൻഡേർഡാണെന്ന് ഉറപ്പുവരുത്തും. രൂപദർശക നാണയങ്ങൾ പരിശോധിക്കും. പിന്നെ ശുൽക്കാധ്യക്ഷ കസ്റ്റംസ് ടാക്സ് പിരിക്കും. അതായത് ഒരു തരത്തിലുള്ള ഫ്രോഡോ കരിഞ്ചന്തയോ നടക്കാൻ ഒരു സാധ്യതയുമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമിതാണ്: സ്റ്റേറ്റ് വെറുതെ ടാക്സ് വാങ്ങി മാറി നിൽക്കുകയല്ല. റീറ്റെയിൽ, ഹോൾസെയിൽ വിലകൾ വരെ അവർ കൺട്രോൾ ചെയ്തു. സാധനങ്ങളുടെ സപ്ലൈ ഉറപ്പുവരുത്തി. ഇറക്കുമതിക്കും കയറ്റുമതിക്കും കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തി. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിന്റെ ഓരോ സ്പന്ദനവും സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് സ്റ്റേറ്റ് ഒരു റെഗുലേറ്റർ, ഒരു റെഫറിയായി പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ അതല്ല, സ്റ്റേറ്റ് തന്നെ ഒരു ബിസിനസ്കാരനായിരുന്നു, ഒരു സംരംഭകനായിരുന്നു. പല ഇൻഡസ്ട്രികളിലും അവർക്ക് മൊണോപോളി, അതായത് പൂർണ്ണ കുത്തകയുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ മേഖലകളെന്ന് നോക്കിയാലോ? മൈനിംഗ്, മെറ്റലർജി, അതായത് ഖനനവും ലോഹനിർമ്മാണവും. പിന്നെ ആയുധങ്ങൾ, ആർമമെന്റ്സ് മാനുഫാക്ചറിംഗ്. അതുപോലെ മദ്യത്തിന്റെ നിർമ്മാണവും വിൽപ്പനയും. ഫോറസ്റ്റ്, പാസ്ചേഴ്സ്, അതായത് വനങ്ങളും മേച്ചിൽപ്പുറങ്ങളും. പിന്നെ ഷിപ്പ് ബിൽഡിംഗ്,
കപ്പൽ നിർമ്മാണം. ഇതെല്ലാം സ്റ്റേറ്റിന്റെ ഡയറക്റ്റ് കൺട്രോളിലായിരുന്നു. വരുമാനം മാത്രമല്ല, രാജ്യസുരക്ഷയും ഇതിലൂടെ അവർ ഉറപ്പുവരുത്തി. ഈ ഓരോ സ്റ്റേറ്റ് ഇൻഡസ്ട്രിക്കും അതിൻ്റേതായ സൂപ്രന്മാരുണ്ടായിരുന്നു. മൈൻസിന് അഖരാധ്യക്ഷ, അയൺ വർക്സിന് ലോഹാധ്യക്ഷ, സ്റ്റേറ്റ് നടത്തുന്ന ടെക്സ്റ്റൈൽ വർക്ക്ഷോപ്പുകൾക്ക് സൂത്രാധ്യക്ഷ, രഥങ്ങൾ നിർമ്മിക്കുന്നതിന് രഥാധ്യക്ഷ. കണ്ടില്ലേ എത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണെന്ന്? അപ്പോ ഇത്രയും വലിയൊരു ഇക്കണോമിക് സിസ്റ്റം, ഇതിനെ താങ്ങി നിർത്തുന്ന 2 പില്ലറുകളുണ്ട്, 2 പ്രധാനപ്പെട്ട തൂണുകൾ. ഒന്ന് ടാക്സേഷൻ, 2 സ്റ്റാൻഡർഡൈസേഷൻ. നമുക്കതിലേക്ക് കടക്കാം. മൗര്യന്മാരുടെ ടാക്സ് സിസ്റ്റം വളരെ ഡീറ്റെയിൽഡ് ആയിരുന്നു. പ്രധാന ലാൻഡ് ടാക്സായ ഭാഗ നമ്മൾ കണ്ടു. അതുകൂടാതെ ബലി എന്നൊരു നികുതിയുണ്ടായിരുന്നു. ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള ശുൽക്ക, പഴം, പൂന്തോട്ടങ്ങൾക്ക് കര എന്ന ടാക്സ്, പിന്നെ ക്യാഷായിട്ട് മാത്രം കൊടുക്കേണ്ട ഹിരണ്യ എന്നൊരു ടാക്സ് ഉണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പ്രണയ എന്ന ടാക്സാണ്. ഖജനാവ് കാലിയാകുമ്പോൾ ചുമത്തുന്ന ഒരു എമർജൻസി ടാക്സ്, ഒരു സ്നേഹത്തിന്റെ സമ്മാനം എന്നൊക്കെയാണ് പേര്. അപ്പോ ഈ ടാക്സ് ഒക്കെ എങ്ങനെയാണ് കൃത്യമായി ജനങ്ങളിൽ നിന്ന് ഖജനാവിലേക്ക് എത്തുന്നത്? അതിന് കൃത്യമായൊരു ഫ്ലോ ഉണ്ട്. സ്റ്റെപ്പ് 1, പ്രൊഡ്യൂസേഴ്സ്, അതായത് കർഷകരും വ്യാപാരികളുമൊക്കെ സമ്പത്തുണ്ടാക്കുന്നു. സ്റ്റെപ്പ് 2, സമാഹർത്ത എന്ന ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ടാക്സ് എത്രയാണെന്ന് കണക്കാക്കുന്നു. സ്റ്റെപ്പ് 3, മറ്റു ഉദ്യോഗസ്ഥർ അത് പിരിക്കുന്നു. ഫൈനൽ സ്റ്റെപ്പ്, സന്നിധാത എന്ന ട്രഷററുടെ കയ്യിൽ ഈ പണം കോഷ അഥവാ ഖജനാവിൽ ഭദ്രമായി എത്തുന്നു. കൺട്രോളിൽ കൺസിസ്റ്റൻസി വേണം, നിയന്ത്രണം വേണമെങ്കിൽ ഒരു സ്ഥിരത വേണ്ടേ? ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിൽ മൗര്യന്മാര് അതെങ്ങനെ സാധിച്ചു? ഇതിനെക്കുറിച്ച് ഗ്രീക്ക് അംബാസിഡറായിരുന്ന മെഖസ്തനീസ് എഴുതിയത് നോക്കൂ. ഉദ്യോഗസ്ഥർ ഭൂമി അളന്നു, പ്രധാന കനാലുകളിൽ നിന്ന് ചെറിയ ചാലുകളിലേക്ക് വെള്ളം വിടുന്നത് പരിശോധിച്ചു. എന്തിനാണെന്നോ, എല്ലാവർക്കും ഒരേ അളവിൽ വെള്ളം കിട്ടുന്നു എന്ന് ഉറപ്പാക്കാൻ. അപ്പോ ഇതിൽ നിന്നെന്ത് മനസ്സിലാക്കാം? അവരുടെ സ്റ്റാൻഡർഡൈസേഷൻ വെറും തൂക്കക്കട്ടികളിലും നാണയങ്ങളിലും ഒതുങ്ങിയില്ല. വെള്ളം പോലുള്ള അടിസ്ഥാന വിഭവങ്ങളുടെ വിതരണത്തിൽ വരെ അവർ ആ തുല്യത ഉറപ്പാക്കിയിരുന്നു. അപ്പോ ഈ സ്റ്റാൻഡർഡൈസേഷന്റെ 3 പ്രധാന ഉപകരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത് സ്റ്റാൻഡേർഡ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. രാജ്യത്ത് എല്ലായിടത്തും ഒരേ അളവും തൂക്കവും. പൗതവാധ്യക്ഷ ഇത് ഉറപ്പുവരുത്തും. രണ്ടാമത്തത് ഇംപീരിയൽ കറൻസി. മയിലിന്റെയും കുന്നിന്റെയൊക്കെ ചിഹ്നങ്ങളുള്ള പഞ്ച് മാർക്ഡ് വെള്ളിനാണയങ്ങൾ, പണ എന്നറിയപ്പെട്ടു. മൂന്നാമത്തത് കോയിൻ ഇൻസ്പെക്ഷൻ. രൂപദർശക എന്ന ഉദ്യോഗസ്ഥൻ ഈ നാണയങ്ങളുടെയൊക്കെ ക്വാളിറ്റിയും ഒറിജിനാലിറ്റിയും ചെക്ക് ചെയ്യും. അപ്പോ ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്, അല്ലേ? മൗര്യൻ സാമ്രാജ്യത്തിന്റെ ഈ ടോട്ടൽ ഇക്കണോമിക് കൺട്രോൾ, ഇത് ശരിക്കും സാമ്രാജ്യത്തിന് സ്ഥിരത നൽകിയ ഒരു മികച്ച മോഡലായിരുന്നോ? അതോ ഇതൊരു സിസ്റ്റമാറ്റിക് എക്സ്പ്ലോയിറ്റേഷന്റെ, അതായത് ചിട്ടയായ ചൂഷണത്തിന്റെ ഒരു ബ്ലൂപ്രിന്റ് ആയിരുന്നോ? ഈ ഒരു ചോദ്യത്തിൽ നമുക്കിന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. നമസ്കാരം. നമുക്ക് കാലത്തിലൂടെ ഒരുപാട് പിന്നോട്ട് സഞ്ചരിക്കാം. കല്ലുകൊണ്ട് ഒരു സാമ്രാജ്യത്തിന്റെ ചരിത്രം തന്നെ എഴുതിയൊരു കാലത്തേക്ക്. നമ്മുടെ ദേശീയ ചിഹ്നം മുതൽ ഭീമാകാരമായ സ്തൂപങ്ങൾ വരെ മൗര്യന്മാരെങ്ങനെയാണ് കലയെ അവരുടെ അധികാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഷയാക്കി മാറ്റിയതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, അല്ലേ? സാരാനാഥിലെ സിംഹമുദ്ര. പക്ഷെ ഇതൊരു വെറും ശില്പമല്ല. 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ശക്തിയും ധർമ്മവും ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു പ്രഖ്യാപനമായിരുന്നു ഇത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇത്രയും കൃത്യതയോടെയും ഗാംഭീര്യത്തോടെയും ഇങ്ങനെയൊന്ന് എങ്ങനെ നിർമ്മിക്കാൻ സാധിച്ചു? ഈ യാത്രയുടെ അവസാനം നമുക്ക് ആ ഉത്തരത്തിലേക്കെത്താൻ ശ്രമിക്കാം. നമ്മുടെ ഈ അന്വേഷണത്തിൽ 5 പ്രധാന ഘട്ടങ്ങളുണ്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി മാറി എന്നാണ്. അതിനുശേഷം തടിയിൽ നിന്ന് കല്ലിലേക്കുള്ള ആ വിപ്ലവകരമായ മാറ്റം നമ്മൾ കാണും. പിന്നെ ആ സാമ്രാജ്യത്തിന്റെ അടയാളങ്ങളായി മാറിയ തൂണുകളെയും ഭക്തിയുടെ പ്രതീകങ്ങളായ സ്തൂപങ്ങളെയും കുറിച്ച് നമ്മൾ അടുത്തറിയും. അവസാനം എന്തുകൊണ്ടാണ് മൗര്യൻ കല ഇന്നും നമ്മളെ ഇത്രയധികം അത്ഭുതപ്പെടുത്തുന്നത് എന്നതിന്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ തുടങ്ങിയാലോ? നമ്മുടെ ആദ്യത്തെ വിഷയമിതാണ്. മൗര്യന്മാരുടെ കാലത്ത് കല എന്നു പറയുന്നത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയുള്ള ഒന്നായിരുന്നില്ല. അത് അധികാരത്തിന്റെ, ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ആശയങ്ങളുടെ വളരെ വ്യക്തമായ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു. ഇതായിരുന്നു അവരുടെ പ്രധാന തന്ത്രം. ഒന്നാലോചിച്ചു നോക്കൂ. ഇന്ത്യയുടെ ഭൂരിഭാഗവും ഭരിക്കുന്ന അശോകനെപ്പോലൊരു ചക്രവർത്തിക്ക് തന്റെ നിയമങ്ങളും ബുദ്ധമത സന്ദേശങ്ങളും കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എങ്ങനെ ഒരേപോലെ എത്തിക്കാൻ പറ്റും? അതിനുള്ള ഉത്തരമായിരുന്നു കല. അവിടെ സ്ഥാപിക്കപ്പെട്ട ഓരോ തൂണും ഓരോ സ്തൂപവും ആ സാമ്രാജ്യത്തിന്റെ ഒപ്പുള്ള കാലത്തിനു പോലും മായ്ക്കാൻ കഴിയാത്ത സന്ദേശങ്ങളായിരുന്നു.
പുറത്തുനിന്ന് വന്ന സഞ്ചാരികൾ പോലും മൗര്യ സാമ്രാജ്യത്തിന്റെ ഈ പ്രൗഢി കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ഗ്രീക്ക് ചരിത്രകാരനായിരുന്ന മെഗസ്തിനിസ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. പാടലീപുത്രത്തിലെ കൊട്ടാരം പേർഷ്യൻ തലസ്ഥാനത്തേക്കാൾ ഗംഭീരമായിരുന്നുവെന്ന്. 84 കൂറ്റൻ തൂണുകളുള്ള ഒരു ഹാള്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇന്നതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. എങ്കിലും ആ വിവരണങ്ങൾ മാത്രം മതി അന്നത്തെ നിർമ്മാണ വൈഭവത്തിന്റെ ആ ഒരു സ്കെയില് മനസ്സിലാക്കാൻ. ശരി, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. മൗര്യൻ കലയിലെ ഏറ്റവും വലിയ വിപ്ലവം നടന്നത് നിർമ്മാണ വസ്തുക്കളിലായിരുന്നു. അതുവരെ ഉപയോഗിച്ചിരുന്ന തടിയിൽ നിന്ന് കല്ലിലേക്കുള്ള ഒരു വലിയ മാറ്റം. അത് ഇന്ത്യൻ കലയുടെയും വാസ്തുവിദ്യയുടെയും ചരിത്രം തന്നെ മാറ്റിമറിച്ചു. ഈ മാറ്റം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നറിയാമോ? അതുവരെ വലിയ നിർമ്മിതികളെല്ലാം തടിയിലായിരുന്നു. സ്വാഭാവികമായും മഴയും വെയിലും കൊണ്ട് കാലക്രമേണ അതൊക്കെ നശിച്ചുപോകും. പക്ഷെ അശോകന്റെ കാലത്ത് ഒരു പുതിയ യുഗം തുടങ്ങി. അവർ ഭീമാകാരമായ പാറകൾ ഖനനം ചെയ്യാനും അത് 100 കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് കൊണ്ടുപോകാനും പിന്നെ കണ്ണാടി പോലെ മിനുക്കിയെടുക്കാനും പഠിച്ചു. ഇതോടെയാണ് റോക്കറ്റ് ആർക്കിടെക്ചർ എന്ന വിസ്മയത്തിന് തുടക്കമായത്. അതായത് ഒരു മലയെ തന്നെ തുരന്ന് സന്യാസിമാർക്ക് താമസിക്കാൻ ഗുഹകളാക്കി മാറ്റുന്ന വിദ്യ. ബരാബർ ഗുഹകൾ അതിന്റെ ഏറ്റവും മികച്ച ആദ്യകാല ഉദാഹരണങ്ങളിലൊന്നാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൗര്യൻ കലയുടെ ഒരുപക്ഷെ ഏറ്റവും ശക്തമായ പ്രതീകമാണ്. സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി അശോകൻ സ്ഥാപിച്ച ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ ഒറ്റക്കൽ തൂണുകൾ. ഈ കാണുന്നതാണ് ഡൽഹി ടോപ്ര തൂൺ. ഇവ വെറും കല്ലിൽ തീർത്ത സ്മാരകങ്ങളായിരുന്നില്ല. പണ്ടത്തെ വിശ്വാസമനുസരിച്ച് ഇവ ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോസ്മിക് ആക്സിസ്, അതായത് ലോകത്തിന്റെ ഒരു അച്ചുതണ്ടായിരുന്നു. സാമ്രാജ്യത്തിന്റെ ശക്തിയും അശോകന്റെ ധർമ്മവും ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്നു എന്നതിന്റെ ഒരു സിമ്പൽ. ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. മോണോലിഥിക്, ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തത്. എന്താണതിന്റെ അർത്ഥം? ഏകദേശം 40 അടി വരെ ഉയരവും ടൺ കണക്കിന് ഭാരവുമുള്ള ഒരു തൂൺ ഒരു വലിയ പാറയിൽ നിന്ന് ഒരു പൊട്ടലോ പോറലോമില്ലാതെ കൊത്തിയെടുക്കണം. ഇന്നത്തെ ടെക്നോളജി വെച്ചുപോലും ഇതെത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയാണെന്നൊന്ന് ഓർത്തുനോക്കൂ. ശരി, നമുക്ക് ഈ തൂണിന്റെ ഘടന ഒന്ന് പെട്ടെന്ന് നോക്കാം. താഴേന്ന് മുകളിലേക്ക് വരാം. ആദ്യത്തെ മിനുസമുള്ള നീണ്ട ഭാഗമാണ് ഷാഫ്റ്റ്. അതിന്റെ മുകളിൽ തലകീഴായി വെച്ചൊരു താമരയുടെ രൂപത്തിലുള്ള ഭാഗം കാണാം. അതാണ് ക്യാപിറ്റൽ. അതിനു മുകളിലാണ് ആബക്കസ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം. ഇനി വരുന്നു ഇതിലെ പ്രധാന ആകർഷണം. ഏറ്റവും മുകളിൽ സിംഹം, കാള അല്ലെങ്കിൽ ആന പോലുള്ളൊരു മൃഗത്തിന്റെ പൂർണ്ണകായ രൂപം. അതാണ് ക്രൗണിംഗ് ആനിമൽ. ഓരോ ഭാഗവും എന്തുമാത്രം കൃത്യതയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. പലരും പറയാറുണ്ട് മൗര്യൻ തൂണുകൾക്ക് പേർഷ്യൻ സ്വാധീനമുണ്ടെന്ന്. അതൊരു പരിധിവരെ ശരിയായിരിക്കാം. പക്ഷേ ഈ പട്ടികയൊന്ന് നോക്കൂ. ആ ആശയത്തെ മൗര്യൻ ശില്പികൾ എങ്ങനെയാണ് പൂർണ്ണമായും തങ്ങളുടേതായ ഒരു പുതിയ രൂപത്തിലേക്ക് മാറ്റിയതെന്ന് നമുക്ക് വ്യക്തമാകും. മൗര്യൻ തൂണുകൾക്ക് പേർഷ്യൻ തൂണുകളെപ്പോലെ ഒരു ബേസ് ഇല്ല. അത് ഭൂമിയിൽ നിന്ന് നേരിട്ട് ഉയർന്നു നിൽക്കുകയാണ്. ഇതവക്ക് കൂടുതൽ ഗാംഭീര്യം നൽകുന്നു. പ്രതലമാകട്ടെ വരകളൊന്നുമില്ലാതെ മിനുസമുള്ളതാണ്. ഏറ്റവും പ്രധാനമായി മുകളിലുള്ള മൃഗങ്ങളുടെ ശില്പം. അത് തികച്ചും ഒരു മൗര്യൻ സവിശേഷതയായിരുന്നു. അതുകൊണ്ട് ഇതൊരു അനുകരണമല്ല, ഒരു നവീകരണമായിരുന്നു എന്ന് തന്നെ പറയാം. അധികാരത്തിന്റെ ചിഹ്നങ്ങളായ തൂണുകളിൽ നിന്ന് ഇനി നമ്മൾ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും കേന്ദ്രങ്ങളിലേക്കാണ് പോകുന്നത്. അശോകന്റെ കാലത്ത് ബുദ്ധമതത്തിന്റെ വളർച്ചയോടെ ഏറെ പ്രാധാന്യം നേടിയ സ്തൂപങ്ങൾ. ഇത് സാഞ്ചിയിലെ വിശ്വപ്രസിദ്ധമായ മഹാസ്തൂപം. ഐതിഹ്യങ്ങൾ പറയുന്നത് അശോകൻ ഏകദേശം 84,000 സ്തൂപങ്ങൾ നിർമ്മിക്കാൻ ഉത്തരവിട്ടു എന്നാണ്. എന്തിനായിരിക്കും അദ്ദേഹം അത് ചെയ്തത്? കലിംഗ യുദ്ധത്തിന് ശേഷം ബുദ്ധമതം സ്വീകരിച്ച അശോകന് ബുദ്ധന്റെ ഭൗതികാവശിഷ്ടങ്ങൾ തന്റെ സാമ്രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിച്ച് അവയെല്ലാം ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഓരോ സ്തൂപവും ആ തീരുമാനത്തിന്റെ ഒരു ജീവിക്കുന്ന സ്മാരകമാണ്. അപ്പോ എന്താണൊരു സ്തൂപം? സംസ്കൃതത്തിൽ കൂമ്പാരം എന്നർത്ഥം വരുന്ന ഒരു വാക്കാണിത്. വളരെ പവിത്രമായ ഒന്നിനെ സംരക്ഷിക്കുന്ന ഒരു നിർമ്മിതി. സാധാരണയായി ബുദ്ധന്റെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അനുയായികളുടെയോ ഭൗതികാവശിഷ്ടങ്ങൾ, അതായത് അസ്ഥിയോ പല്ലോ പോലുള്ളവ ഒരു ചെറിയ പെട്ടിയിലാക്കി അതിനു മുകളിൽ നിർമ്മിക്കുന്ന ഒരു അർദ്ധഗോളാകൃതിയിലുള്ള മന്ദിരമാണിത്. ഒരു സ്തൂപം നിർമ്മിക്കുന്നത് ഒരു തരം ആചാരം പോലെയാണ്. ആദ്യം ഏറ്റവും പവിത്രമായി കരുതുന്ന ആ ഭൗതികാവശിഷ്ടങ്ങളടങ്ങിയ പേടകം ഭൂമിയുടെ ഹൃദയഭാഗത്തു വയ്ക്കുന്നു. അതിനെ മണ്ണുകൊണ്ട് മൂടി ഒരു കൂമ്പാരമാക്കുന്നു. പിന്നീട് ഇഷ്ടികകൾ ഉപയോഗിച്ച് ആ കൂമ്പാരത്തെ ബലപ്പെടുത്തുന്നു. ഒടുവിൽ അതിന്റെ പുറംഭാഗം മനോഹരമായി കുത്തിയെടുത്ത കൽപ്പാളികൾ കൊണ്ട് പൊതിയുന്നു. അങ്ങനെ അതൊരു പൂർണ്ണമായ ആരാധനാ കേന്ദ്രമായി മാറുന്നു. ഒരു സ്തൂപത്തിന് പ്രധാനമായും 4 ഭാഗങ്ങളുണ്ട്. ഈ കാണുന്ന പ്രധാന അർദ്ധഗോളമാണ് അന്ത. ഭക്തർക്ക് ഇതിനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കാനുള്ള വഴിയാണ് പ്രദക്ഷിണപഥ. ഈ പുണ്യസ്ഥലത്തെ പുറംലോകവുമായി വേർതിരിക്കുന്ന വേലികളെ റെയിലിംഗ്സ് എന്നും പറയുന്നു. അകത്തേക്ക് പ്രവേശിക്കാനുള്ള മനോഹരമായി കൊത്തുപണികൾ ചെയ്ത കവാടങ്ങളെ തോരണാസ് എന്നും വിളിക്കുന്നു. അപ്പോ നമ്മുടെ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മളെത്തിയിരിക്കുന്നു.
മൗര്യകലയെ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മിനുക്കം, കൃത്യത, പിന്നെ ഒരു പവർ. മൗര്യകലയെ മറ്റെല്ലാത്തിൽ നിന്നും ഒറ്റയടിക്ക് വേറിട്ട് നിർത്തുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: ആ വിശ്വപ്രസിദ്ധമായ മിനുക്കം. കല്ലിന് നൽകിയിരിക്കുന്ന ഈ കണ്ണാടി പോലുള്ള തിളക്കം. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും മങ്ങാത്ത ഈ തിളക്കം അവരുടെ സാങ്കേതികവിദ്യയുടെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട മൗര്യകലയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? 1. ആ കണ്ണഞ്ചിപ്പിക്കുന്ന മിനുക്കം. നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ മൺപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒന്ന്. 2. ചുനാറിൽ നിന്നുള്ള മണൽക്കല്ലിന്റെ വ്യാപകമായ ഉപയോഗം. 3. കാണുന്നവരെ ചെറുതാക്കി കളയുന്ന ആ പടുകൂട്ടൻ വലിപ്പം. പിന്നെ ഒറ്റക്കല്ലിൽ തീർത്ത തൂണുകളും മലതുരന്നുണ്ടാക്കിയ ഗുഹകളും. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഒരൊറ്റ കാര്യം നമുക്ക് മനസ്സിലാവും: അന്നത്തെ ശില്പികളുടെയും എഞ്ചിനീയർമാരുടെയും അവിശ്വസനീയമായ കഴിവും, അതിനെല്ലാം പുറമെ ഒരു സാമ്രാജ്യത്തിന്റെ പണവും ശക്തിയും. അങ്ങനെ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം മാത്രം ബാക്കിയാവുന്നു: എങ്ങനെയാണ് മൗര്യശില്പികൾക്ക് കല്ലിന് ഈ അത്ഭുതകരമായ കണ്ണാടി പോലുള്ള തിളക്കം നൽകാൻ കഴിഞ്ഞത്? ആ സാങ്കേതികവിദ്യയുടെ രഹസ്യം ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ ഒരു തർക്കവിഷയമാണ്. ഒരുപക്ഷെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ രഹസ്യം തന്നെയാണ് മൗര്യകലയെ ഇന്നും ഇത്രയേറെ നിഗൂഢവും ആകർഷകവുമാക്കി നിലനിർത്തുന്നത്. നന്ദി. മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപം. അശോക ചക്രവർത്തി നിർമ്മിച്ചതും പിന്നീട് ശുംഗന്മാർ വികസിപ്പിച്ചതുമായ ഇത് ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ട സ്തൂപമാണ്. ഇതിൽ പ്രശസ്തമായ തോരണങ്ങൾ ഉൾപ്പെടുന്നു. ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള ധമേക് സ്തൂപം അശോകനാണ് ഇത് നിർമ്മിച്ചത്. ബുദ്ധന്റെ ആദ്യ പ്രഭാഷണം അഥവാ ധർമ്മചക്ര പ്രവർത്തനം നടന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബീഹാറിലെ ബോധ് ഗയയിലുള്ള മഹാബോധി സ്തൂപം അശോകനാണ് ഇത് നിർമ്മിച്ചത്. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് ബോധ് ഗയ. ഉത്തർപ്രദേശിലെ കുശിനഗർ സ്തൂപം അശോക കൂട്ടായ്മയുമായി സഹകരിച്ച് മൗര്യ കാലഘട്ടത്തിൽ നിർമ്മിച്ചത്. ബുദ്ധന്റെ മഹാപരിനിർവാണ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലെ ഭർഹുത് സ്തൂപം അശോകൻ നിർമ്മിച്ചത്. ശുംഗന്മാർ വലുതാക്കി തിരുത്തൽ പരട്ടുകൾക്കും ആഖ്യാന ശില്പങ്ങൾക്കും പേരുകേട്ടത്. ആന്ധ്രാപ്രദേശിലെ അമരാവതി സ്തൂപം നിർമ്മിച്ചത് ശതവാഹന രാജവംശം. വിപുലമായ ബുദ്ധമത കലയ്ക്കും ചുണ്ണാമ്പുകല്ല് കൊത്തുപണികൾക്കും പേരുകേട്ടത്. ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട സ്തൂപം ഇക്ഷ്വാകു ഭരണാധികാരികൾ നിർമ്മിച്ചത്. ഇത് ഒരു മഹായാന ബുദ്ധമത കേന്ദ്രമാണ്. നേപ്പാളിലെ രാമഗ്രാമ സ്തൂപം കോലിയന്മാരാണ് നിർമ്മിച്ചത്. അശോകൻ തുറക്കാത്ത ഏക ബുദ്ധ അവശിഷ്ട സ്തൂപം. കപിലവസ്തു മേഖലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പിപ്രഹ്വാ സ്തൂപം ആദ്യകാല ബുദ്ധമത വംശം സ്ഥാപിച്ചത്. അശോക പുനർവിതരണവുമായി ബന്ധപ്പെട്ട ബുദ്ധ അവശിഷ്ട കണ്ടെത്തലുമായി ബന്ധപ്പെട്ടത്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, മഗധ എന്നൊരു പ്രാദേശിക ശക്തി എങ്ങനെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ വ്യാപിച്ച ആദ്യത്തെ വലിയ സാമ്രാജ്യമായി മാറിയതെന്ന്? വെറുതെ യുദ്ധം ജയിച്ചതുകൊണ്ട് മാത്രം ഇത് സാധ്യമല്ല. സത്യത്തിൽ മൗര്യന്മാർ ഒരു പുതിയ ഭരണരീതിയും ഒരു പുതിയ ജീവിതരീതിയും സാങ്കേതികവിദ്യയുമൊക്കെ വിദൂര പ്രദേശങ്ങളിലേക്ക് എത്തിച്ചു. ഈ ഒരു വ്യാപനത്തിന്റെ, ഈ ഒരു സംയോജനത്തിന്റെ കഥയാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ഈ ചർച്ച എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ആദ്യം എന്താണ് ഈ മൗര്യൻ ബ്ലൂപ്രിന്റ് എന്ന് നമ്മൾ പരിശോധിക്കും. പിന്നെ സാമ്രാജ്യത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഈ ബ്ലൂപ്രിന്റ് എങ്ങനെ അതിർത്തികളിലേക്ക് പടർന്നു എന്ന് കാണാം. അവരുടെ ഭരണമാതൃക എങ്ങനെ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു, ആരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, അവസാനം ഇതെല്ലാം കൂടിച്ചേർന്ന് എങ്ങനെ ഒരു ഉപഭൂഖണ്ഡം എന്ന ആശയം ഉണ്ടാക്കിയെന്നും നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് സാമ്രാജ്യത്തിന്റെ ഹൃദയഭൂമിയിൽ നിന്നാണ്, അതായത് ഗംഗാ സമതലങ്ങളിൽ നിന്ന്. മൗര്യന്മാർക്ക് ഇത്രയും വലിയൊരു ശക്തി നൽകിയ ആ ഒരു സ്പെഷ്യൽ പാക്കേജ് എന്തായിരുന്നുവെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അപ്പോ നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽ കൾച്ചർ അഥവാ ഭൗതിക സംസ്കാരമെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പുരാതന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് പഴയ പാത്രങ്ങളോ സാധനങ്ങളോ മാത്രമല്ല, മറിച്ച് ഒരു ഭരണകൂടത്തിന് വളരാനും നിയന്ത്രിക്കാനും വികസിക്കാനും സഹായിച്ച ഒരു കൂട്ടം ടെക്നോളജികളും രീതികളുമാണ്. ഇത് ശരിക്കും മൗര്യന്മാരുടെ ഒരു സീക്രട്ട് വെപ്പൺ ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇതാണ് ആ വിജയകരമായ സാംസ്കാരിക പാക്കേജ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇരുമ്പുകൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവർക്ക് വൻതോതിൽ കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കാൻ പറ്റി.
NBPW എന്ന ഈ മിനുസമുള്ള കറുത്ത മൺപാത്രങ്ങൾ ഒരു സ്റ്റാറ്റസ് സിംബലായിരുന്നു. പിന്നെ മുദ്രകുത്തിയ നാണയങ്ങൾ വന്നതോടെ കച്ചവടവും ടാക്സ് പിരിവും വളരെ എളുപ്പമായി. ചുട്ടെടുത്ത ഇഷ്ടികകൾ സ്ഥിരമായ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചു. വളയക്കിണറുകൾ പുതിയ നഗരങ്ങൾ തന്നെ ഉണ്ടാക്കി. എഴുത്തുവിദ്യയും വ്യാപകമായി. ഇവയെല്ലാം ചേർന്ന ഒരു ടെക്നോളജിക്കൽ വിപ്ലവമാണ് മൗര്യന്മാർക്ക് മറ്റുള്ളവരുടെ മേൽ ഒരു വലിയ മുൻതൂക്കം നൽകിയത്. ഈ പാക്കേജിലെ ഒരു ഉദാഹരണം നോക്കും. വളയക്കിണറുകൾ. ഇതൊരു ഗംഭീര ടെക്നോളജിയായിരുന്നു. അതുവരെ മനുഷ്യർക്ക് താമസിക്കണമെങ്കിൽ പുഴയുടെ അടുത്ത് തന്നെ താമസിക്കണമായിരുന്നു, അല്ലേ? പക്ഷെ വളയക്കിണറുകൾ വന്നതോടെ പുഴയിൽ നിന്ന് ദൂരെയുള്ള സ്ഥലങ്ങളിലും വലിയ നഗരങ്ങൾ കെട്ടിപ്പടുക്കാൻ പറ്റി. ഇതിന് ഗുണമെന്താന്ന് വെച്ചാൽ ഭരണകൂടത്തിന് കൂടുതൽ ആളുകളെ ഒരിടത്ത് താമസിപ്പിച്ച് അവരെ നിയന്ത്രിക്കാനും അവരിൽ നിന്ന് നികുതി പിരിക്കാനും കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഗംഗാ സമതലങ്ങളിൽ രൂപം കൊണ്ട ഈയൊരു ശക്തമായ സിസ്റ്റം എങ്ങനെയാണ് സാമ്രാജ്യത്തിന്റെ അങ്ങേയറ്റത്തുള്ള പ്രദേശങ്ങളിലേക്ക് പോലും പടർന്നതെന്ന് നമുക്കിനി നോക്കാം. ഈ മാപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അശോകന്റെ കാലത്ത് മൗര്യ സാമ്രാജ്യം എത്ര വലുതായിരുന്നു എന്ന്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന നീല നിറത്തിലുള്ള മുഴുവൻ സ്ഥലത്തും അവരുടെ ഭരണം ഒരേപോലെ ആയിരുന്നില്ല. അധികാരം കേന്ദ്രത്തിൽ വളരെ ശക്തവും അതിർത്തികളിലേക്ക് പോകുന്തോളും കുറച്ചുകൂടി അഴഞ്ഞതുമായിരുന്നു. നമുക്ക് സാമ്രാജ്യത്തെ എളുപ്പത്തിൽ രണ്ടായി തിരിക്കാം. ഒന്ന്, കോർ ഏരിയ, അതായത് അവരുടെ ഹൃദയഭാഗം, ഗംഗാ സമതലങ്ങൾ. ഇവിടെയെല്ലാം ഡയറക്റ്റ് കൺട്രോളായിരുന്നു. പുതിയ ആശയങ്ങളും ടെക്നോളജിയുമൊക്കെ വന്നത് ഇവിടെ നിന്നാണ്. രണ്ടാമത്തത് പെരിഫറി, അതായത് അതിർത്തി പ്രദേശങ്ങൾ. അവിടെ ഭരണം കുറച്ചുകൂടി ലൂസായിരുന്നു. അവരുടെ പ്രധാന ലക്ഷ്യം അവിടെയുള്ള സ്വർണം പോലുള്ള വിഭവങ്ങൾ കൈക്കലാക്കുക, പിന്നെ കപ്പം പിരിക്കുക എന്നതൊക്കെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. എങ്ങനെയാണ് ഇവർ തങ്ങളുടെ ഈയൊരു സിസ്റ്റം, ഈ ഭരണരീതിയും ടെക്നോളജിയുമൊക്കെ പലതരം ആളുകൾ ജീവിക്കുന്ന ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയത്? അവരുടെ ഐഡിയ വളരെ സിമ്പിളായിരുന്നു. തങ്ങളുടെ ഭരണ സംവിധാനത്തിന്റെ ഒരു കോപ്പി എടുത്ത് പുതിയ സ്ഥലങ്ങളിൽ പേസ്റ്റ് ചെയ്യുക. ഈ കാണുന്ന പിരമിഡ് സ്ട്രക്ചർ നോക്കൂ. ഏറ്റവും മുകളിൽ രാജകുമാരൻ, പിന്നെ താഴോട്ട് ഓരോ ലെവൽ ഉദ്യോഗസ്ഥർ, അവസാനം ഗ്രാമം വരെ. ഇതൊരു റെഡിമെയ്ഡ് ഭരണ മോഡലായിരുന്നു. ഇതെവിടെ വേണമെങ്കിലും കൊണ്ടുപോയി സ്ഥാപിക്കാം. അങ്ങനെ കേന്ദ്രത്തിന്റെ കൺട്രോൾ എല്ലായിടത്തും എത്തി. മൗര്യന്മാർ ഒരു സ്ഥലത്ത് ഭരണം തുടങ്ങിയാൽ അതിന്റെ അടയാളങ്ങൾ അവിടെ കാണാൻ പറ്റുമായിരുന്നു. ഉദാഹരണത്തിന് തക്ഷശില, ഉജ്ജയിനി പോലുള്ള പുതിയ പ്രവിശ്യ തലസ്ഥാനങ്ങൾ വരും. പ്രധാന വഴികളെല്ലാം അവരുടെ കൺട്രോളിലാകും. എവിടെ നോക്കിയാലും ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ടുള്ള കെട്ടിടങ്ങൾ കാണാം. പിന്നെ തീർച്ചയായും അശോകന്റെ തൂണുകളും ശാസനങ്ങളും, അവരുടെ പുതിയ നാണയങ്ങൾ. ഇതൊക്കെയാണ് ആർക്കിയോളജിസ്റ്റുകൾക്ക് കിട്ടുന്ന തെളിവുകൾ. പക്ഷേ ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് കുറച്ച് ഉദ്യോഗസ്ഥരും നിയമങ്ങളും മാത്രമല്ലല്ലോ. ആളുകളാണ് പ്രധാനം. ഈ ആശയങ്ങളും സംസ്കാരവുമൊക്കെ മനുഷ്യരിലൂടെയല്ലേ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്നത്? അപ്പോ ആരായിരുന്നു ഈ സംസ്കാരത്തെ എല്ലായിടത്തും എത്തിച്ച ആളുകൾ? വെറും ഒഫീഷ്യൽസ് മാത്രമല്ല. കച്ചവടക്കാര് പോയപ്പോ അവരോടൊപ്പം പണവും പുതിയ സാധനങ്ങളും എത്തി. ബുദ്ധ-ജൈന സന്യാസിമാരെ യാത്ര ചെയ്തപ്പോ പുതിയ വിശ്വാസങ്ങളും ചിന്തകളും എത്തി. പിന്നെ അശോകന്റെ സ്വന്തം സ്പെഷ്യൽ ഓഫീസർമാരുണ്ടായിരുന്നു, ധമ്മമഹാമാത്രന്മാർ. അവരുടെ ജോലി തന്നെ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കലായിരുന്നു. എന്തിനധികം പുതിയ കൃഷിഭൂമിയിലേക്ക് പോയ സാധാരണ കർഷകർ പോലും ഈയൊരു കൾച്ചറൽ സ്പ്രെഡിന്റെ ഭാഗമായി. ഇവിടെയാണ് അശോകന്റെ ധമ്മ എന്ന ആശയം വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഇത് വെറുമൊരു മതപരമായ ഉപദേശമായിരുന്നില്ല, അതിനപ്പുറം ഇതൊരു പൊളിറ്റിക്കൽ ടൂൾ കൂടിയായിരുന്നു. അദ്ദേഹം പറയുന്നത് കേൾക്കൂ, ധമ്മയിലൂടെ മനുഷ്യർക്ക് ദൈവങ്ങളുമായി ഇടപഴകാമെന്ന്. ഇതിന്റെ അർത്ഥം എന്താണ്? ശരിക്കും ഇതൊരു സാംസ്കാരിക പരിവർത്തനത്തിനുള്ള ആഹ്വാനമായിരുന്നു. അതുവരെ അലഞ്ഞുതിരിഞ്ഞു നടന്ന ഗോത്രവർഗക്കാരോട് നിങ്ങൾ കൃഷി ചെയ്ത് ഒരിടത്ത് താമസിക്കൂ, ഞങ്ങൾക്ക് ടാക്സ് തരൂ എന്ന് പറയുന്നതിന് തുല്യമായിരുന്നു ഇത്. അങ്ങനെ അവരെ സിസ്റ്റത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു ലക്ഷ്യം. അപ്പോ നമ്മൾ ഇതുവരെ കണ്ട ഈ കാര്യങ്ങളെല്ലാം, പുതിയ ടെക്നോളജി, ഭരണരീതി, ആളുകളുടെ സഞ്ചാരം, ഇതെല്ലാം കൂടിച്ചേർന്ന് എങ്ങനെയാണ് ആദ്യമായി ഒരു പാൻ ഇന്ത്യൻ സിസ്റ്റം ഉണ്ടാക്കിയതെന്ന് നോക്കാം. ഒരേപോലത്തെ ടെക്നോളജി, ഒരേപോലത്തെ ഭരണരീതി, ഇത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? അതുവരെ പലതായി ചിതറിക്കിടന്ന പ്രദേശങ്ങൾ ഒരുമിച്ച് ഒരു വലിയ സിസ്റ്റത്തിന്റെ ഭാഗമായി. അങ്ങനെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നത് വെറുമൊരു മാപ്പിലെ സ്ഥലമെന്നതിനപ്പുറം ആദ്യമായി ഒരൊറ്റ രാഷ്ട്രീയ ശക്തിയായി മാറുന്നത്. ഇതായിരുന്നു മൗര്യന്മാരുടെ ഏറ്റവും വലിയ സംഭാവന. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് 4 സ്റ്റെപ്പുകളുള്ളൊരു സൈക്കിളായി കാണാം. സ്റ്റെപ്പ് 1, കോർ ഏരിയയിൽ ഒരു അടിപൊളി സിസ്റ്റം ഉണ്ടാകുന്നു. സ്റ്റെപ്പ് 2,
ആ സിസ്റ്റം പുറത്തേക്ക് പടരുന്നു. സ്റ്റെപ്പ് 3 അതിർത്തി പ്രദേശങ്ങൾ ഈ സിസ്റ്റത്തെ സ്വീകരിച്ച് സാമ്രാജ്യത്തിന്റെ ഭാഗമാകുന്നു. ഇനി വരുന്നത് ഒരു ട്വിസ്റ്റാണ്. സ്റ്റെപ്പ് 4 ഈ പുതിയ അറിവും ടെക്നോളജിയും കിട്ടിയപ്പോൾ അതിർത്തി പ്രദേശങ്ങൾ കൂടുതൽ ശക്തരായി. അവസാനം അവർ സ്വന്തമായി പുതിയ രാജ്യങ്ങളായി വളരാൻ തുടങ്ങി. ഇത് നമ്മളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. മൗര്യന്മാർ അവരുടെ ടെക്നോളജിയും ഭരണരീതിയും എല്ലായിടത്തും പ്രചരിപ്പിച്ച് വിജയിച്ചപ്പോൾ അവർ അറിയാതെ തന്നെ അവരെ താഴെ ഇറക്കാനുള്ള ശക്തികളെ പരിശീലിപ്പിക്കുകയായിരുന്നു. അതായത് പിന്നീട് വന്ന ശുംഗന്മാരെയും ശതവാഹനരെയുമൊക്കെ ഒരു രാജ്യം എങ്ങനെ ഭരിക്കാമെന്ന് പഠിപ്പിച്ചത് മൗര്യന്മാർ തന്നെയായിരുന്നു. ഒരു പക്ഷേ സാമ്രാജ്യങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം ഇത് തന്നെ. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്ന് മൗര്യ സാമ്രാജ്യം. ഒരു കാലത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയുടെ ഭൂരിഭാഗവും അടക്കി ഭരിച്ച ഒരു മഹാശക്തി. പക്ഷേ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യം തകർന്നടിഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചരിത്രപരമായ പോസ്റ്റ്മോർട്ടം തന്നെയാണ്. നമുക്ക് ആ വീഴ്ചയുടെ കാരണങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ഈ ഭൂപടമൊന്ന് നോക്കൂ. BCE 265 അതായത് അശോക ചക്രവർത്തിയുടെ കാലത്ത് മൗര്യ സാമ്രാജ്യം അതിന്റെ ഏറ്റവും വലിയ ശക്തിയായി നിൽക്കുന്ന സമയമാണിത്. തെക്കേ അറ്റത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊഴികെ ഉപഭൂഖണ്ഡം മുഴുവൻ ഒരൊറ്റ കുടക്കീഴിൽ. ഒന്ന് ആലോചിച്ചു നോക്കൂ, അത്രയും വലിയൊരു സാമ്രാജ്യം. അപ്പോ സ്വാഭാവികമായും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്. ഇത്രയും ശക്തമായ, ഇത്രയും വിശാലമായൊരു സാമ്രാജ്യം എങ്ങനെയാണ് താസട കൊട്ടാരം പോലെ തകർന്നു വീണത്? നമുക്ക് ഒരുമിച്ച് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. നമ്മുടെ ഈ അന്വേഷണം നമ്മൾ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് നോക്കാൻ പോകുന്നത്. ആദ്യം ഈ തകർച്ച എങ്ങനെയായിരുന്നു എന്ന് നോക്കും. പിന്നെ സമൂഹത്തിനുള്ളിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, ഭരണത്തിലെ പാളിച്ചകൾ, അതിർത്തിയിലെ അപകടങ്ങൾ, അവസാനം ഇതെല്ലാം സംഭവിച്ചതിന്റെ ഒരു ടൈം ലൈനും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മൗര്യ സാമ്രാജ്യത്തിന്റെ പതനമെന്നു പറയുന്നത് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് സംഭവിച്ച ഒന്നല്ല. അതൊരു നീണ്ട പ്രക്രിയയായിരുന്നു. അശോകന്റെ മരണശേഷം, അതായത് BCE 232 ശേഷം സാമ്രാജ്യത്തെ പതിയെ പതിയെ കാർന്നു തിന്നൊരു രോഗം പോലെയായിരുന്നു അത്. അപ്പോ ഇതാണിതിലെ പ്രധാന പോയിന്റ്. ഈ വലിയ വീഴ്ചയ്ക്ക് ഒരൊറ്റ കാരണമല്ല ഉണ്ടായിരുന്നത്. അതൊരു പെർഫെക്റ്റ് സ്റ്റോം പോലെയായിരുന്നു. സമൂഹത്തിനുള്ളിലെ പ്രശ്നങ്ങൾ, പണമില്ലായ്മ, മോശം ഭരണം, പുറത്തുനിന്നുള്ള ഭീഷണികൾ, ഇങ്ങനെ പല പല കാരണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോഴാണ് ആ വലിയ സാമ്രാജ്യം വീണത്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ കാരണത്തിലേക്ക് തന്നെ പോകാം. സാമ്രാജ്യത്തിന്റെ അടിത്തറയിളക്കിയ സാമൂഹികവും പ്രത്യയശാസ്ത്രപരവുമായ പ്രശ്നങ്ങൾ എന്തായിരുന്നു സമൂഹത്തിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്? ചരിത്രകാരന്മാരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന തിയറിയുണ്ട്, ബ്രാഹ്മണിക്കൽ റിയാക്ഷൻ. സിമ്പിളായി പറഞ്ഞാൽ, അശോക ചക്രവർത്തിയുടെ പല നയങ്ങളും അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും ശക്തരായ ബ്രാഹ്മണ പുരോഹിതവർഗത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ഈ ദേഷ്യം സാമ്രാജ്യത്തിനെതിരായ ഒരു തരം നിശബ്ദ വിപ്ലവമായി മാറി. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര ദേഷ്യം വന്നത്? നമുക്ക് നോക്കാം. 1. അശോകൻ മൃഗബലി നിരോധിച്ചു. അതവരുടെ വരുമാനത്തെ നേരിട്ട് ബാധിച്ചു. 2. രാജകീയ ശാസനങ്ങളെല്ലാം സംസ്കൃതത്തിന് പകരം സാധാരണക്കാരുടെ ഭാഷയായ പ്രാകൃതത്തിലാക്കി. അതുമാത്രമല്ല, ധമ്മമഹാമത്ത എന്ന പുതിയ ഉദ്യോഗസ്ഥരെ നിയമിച്ചത് അവരുടെ സാമൂഹിക അധികാരത്തെ ചോദ്യം ചെയ്തു. എല്ലാത്തിനു മുകളിൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാക്കിയത് വർണ്ണവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള അവരുടെ പ്രത്യേക അധികാരങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ഈ തിയറിക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട്, അതുമുണ്ട്. മൗര്യന്മാർക്ക് ശേഷം വന്ന രാജവംശങ്ങളായ ശുംഗന്മാരും കണ്വന്മാരും ശതവാഹനന്മാരുമെല്ലാം ബ്രാഹ്മണരായിരുന്നു. അവർ അധികാരത്തിൽ വന്നയുടൽ ചെയ്ത ആദ്യ കാര്യങ്ങളിൽ ഒന്നെന്താണെന്നോ? അശോകൻ നിരുത്സാഹപ്പെടുത്തിയ പഴയ വൈദിക ആചാരങ്ങൾ ഗംഭീരമായി തിരികെ കൊണ്ടുവന്നു. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അപ്പോൾ ഒരു വശത്ത് ഈ സാമൂഹിക പ്രശ്നങ്ങൾ. ഇനി നമുക്ക് പണത്തിന്റെ കാര്യത്തിലേക്ക് വരാം. സാമ്പത്തികമായി സാമ്രാജ്യത്തെ തളർത്തിയതെന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിന്റെ ഖജനാവ് കാലിയായത്? ഈ സാമ്പത്തിക പ്രശ്നത്തിന്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? സിമ്പിളാണ്, ഓവർ എക്സ്പെൻസ്. പുരാതന ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യവും ഏറ്റവും വലിയ ഉദ്യോഗസ്ഥ വൃന്ദവും മൗര്യന്മാർക്കായിരുന്നു. ഇതിനെല്ലാം പണം കണ്ടെത്തുക എന്നത് ചെറിയ കാര്യമല്ല. ഒരു രാജ്യത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ ഭാരം. 1. ആ വലിയ സൈന്യത്തിനും ഉദ്യോഗസ്ഥർക്കും ശമ്പളം കൊടുക്കണം. 2. അശോകൻ ബുദ്ധസന്യാസിമാർക്ക് വലിയ തോതിൽ സംഭാവനകൾ നൽകിയിരുന്നു. ഇതെല്ലാം ഖജനാവിനെ കാലിയാക്കി. അവസ്ഥ എത്രത്തോളം മോശമായെന്ന് പറഞ്ഞാൽ, അവസാന കാലത്തെ ഭരണാധികാരികൾക്ക് ദൈനംദിന ചെലവുകൾക്ക് പണം കണ്ടെത്താൻ സ്വർണ്ണപ്രതിമകൾ വരെ ഒരുക്കേണ്ടി വന്നു. അതായത് അവസ്ഥ അത്രയ്ക്ക് ദയനീയമായിരുന്നു എന്ന് സാരം. ഓക്കെ, അപ്പോൾ സമൂഹത്തിൽ പ്രശ്നങ്ങൾ, ഖജനാവ് കാലിയായി. ഇനി അഡ്മിനിസ്ട്രേഷന്റെ കാര്യം എന്തായി? പ്രവിശ്യകളിലെ ഭരണം എങ്ങനെയാണ് തകർന്നതെന്നും സാമ്രാജ്യം എങ്ങനെയാണ് കഷണങ്ങളായി വിഭജിക്കപ്പെട്ടതെന്നും നോക്കാം.
ഇവിടെ രസകരമായൊരു കാര്യമുണ്ട്. അശോകന്റെ സ്വന്തം കലിംഗ ശാസനങ്ങളിൽ തന്നെ ഇതിനൊരു സൂചനയുണ്ട്. സാമ്രാജ്യം അതിന്റെ ശക്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പോലും ദൂരെയുള്ള പ്രവിശ്യകളിൽ ഉദ്യോഗസ്ഥർ ജനങ്ങളെ അടിച്ചമർത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു. അകാരണമായി ജനങ്ങളെ ദ്രോഹിക്കരുതെന്ന് അദ്ദേഹം തന്റെ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ഭരണത്തിലെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ ഭരണ തകർച്ചയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? പലതുണ്ടായിരുന്നു. തക്ഷശില പോലുള്ള സ്ഥലങ്ങളിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ ദുർഭരണം, അശോകന് ശേഷം വന്ന കഴിവുകെട്ട ഭരണാധികാരികൾ പതിയെ ഓരോ പ്രവിശ്യകളും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ തുടങ്ങി. പക്ഷേ എല്ലാത്തിനേക്കാളും ഞെട്ടിക്കുന്നൊരു സംഭവം നടന്നു. അവസാനത്തെ മൗര്യരാജാവായ ബൃഹദ്രഥനെ അദ്ദേഹത്തിന്റെ സ്വന്തം സേനാപതിയായ പുഷ്യമിത്ര ശുംഗൻ ഒരു മിലിട്ടറി പരേഡിനിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചു കൊലപ്പെടുത്തി. ആരും എതിർത്തില്ല. അതിനർത്ഥമെന്താ? രാജാവിനും ഭരണകൂടത്തിനും ജനങ്ങളുടെ ഇടയിൽ ഒരു വിലയുമില്ലാതെയായിരുന്നു. അപ്പോൾ വീടിന്റെ അകം മുഴുവൻ പ്രശ്നങ്ങളാണ്. പക്ഷെ പ്രശ്നം അവിടെയും തീർന്നില്ല. പുറത്തുനിന്നും അപകടം വരുന്നുണ്ടായിരുന്നു. അതാണ് അതിർത്തിയിലെ പ്രശ്നങ്ങൾ. സാമ്രാജ്യത്തിന്റെ ഗേറ്റുകളിൽ ശത്രുക്കൾ മുട്ടിവിളിക്കാൻ തുടങ്ങിയിരുന്നു. ഇവിടെയാണ് മൗര്യന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തന്ത്രപരമായ പിഴവ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ താരതമ്യം നോക്കൂ. ഏകദേശം ഇതേ സമയത്ത് ചൈനയിൽ ക്വിൻ രാജവംശം സിഥിയൻ ആക്രമണങ്ങളെ തടയാൻ ചൈനയുടെ വൻമതിൽ പണിയുകയായിരുന്നു. എന്നാൽ മൗര്യന്മാരോ? അവരുടെ ഏറ്റവും ദുർബലമായ വടക്കുപടിഞ്ഞാറൻ അതിർത്തി ഒരു ശ്രദ്ധയുമില്ലാതെ തുറന്നിട്ടു. ഈ അവഗണനയ്ക്ക് അവർക്ക് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. അപ്പോൾ ഈ അതിർത്തി ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിന്റെ ഫലം വളരെ വലുതായിരുന്നു. സിഥിയന്മാർ, ശകർ തുടങ്ങിയ മധ്യേഷ്യൻ ഗോത്രവർഗ്ഗങ്ങൾ ഇന്ത്യയിലേക്ക് ഇരച്ചുകയറാൻ തുടങ്ങി. BCE 2006 ഗ്രീക്കുകാർ ആദ്യമായി ആക്രമിച്ചു. വൈകാതെ തന്നെ അവർ ഇന്നത്തെ വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിച്ചു. അത് മൗര്യ സാമ്രാജ്യത്തിന് സ്ഥിരമായ ഒരു തലവേദനയായി മാറി. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ചു വന്നപ്പോൾ എന്ത് സംഭവിച്ചോ? ആ വലിയ സാമ്രാജ്യത്തിന്റെ തകർച്ച വളരെ പെട്ടെന്നായിരുന്നു. ആ അവസാന നാളുകൾ എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് ഈ ടൈം ലൈനിലൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. നോക്കൂ, BCE 232 അശോകൻ മരിക്കുന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ തകർച്ചയുടെ തുടക്കം. അധികം വൈകുന്നില്ല. BCE 206 ആദ്യത്തെ ഗ്രീക്ക് ആക്രമണം വരുന്നു. ഒടുവിൽ BCE 185 അവസാനത്തെ രാജാവും കൊല്ലപ്പെടുന്നു. വെറും 50 വർഷം അശോകൻ കെട്ടിപ്പടുത്ത ആ മഹത്തായ സാമ്രാജ്യം വെറും അരനൂറ്റാണ്ടുകൊണ്ട് പൂർണ്ണമായും ഇല്ലാതായി എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്, അല്ലേ? അശോകൻ 232 BCEയിൽ മരണപ്പെട്ടതോടെ മൗര്യ സാമ്രാജ്യം ക്രമേണ ക്ഷയിക്കാൻ ആരംഭിച്ചു. ശക്തമായ കേന്ദ്രീകൃത ഭരണ സംവിധാനവും ധമ്മനയവും മുന്നോട്ടു കൊണ്ടുപോയ ഭരണാധികാരി ഇല്ലാതായതോടെ സാമ്രാജ്യത്തിന്റെ ഐക്യം തളർന്നു. ആദ്യമായി അധികാരത്തിലെത്തിയത് ദശരഥ മൗര്യ ആയിരുന്നു. ഇദ്ദേഹം അശോകന്റെ മകനല്ല, സാധാരണയായി അശോകന്റെ കൊച്ചുമകനായി കരുതപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാന സംഭാവനയായി അറിയപ്പെടുന്നത് അജീതിക സമ്പ്രദായത്തിന് നൽകിയ ഗുഹാദാനങ്ങളാണ്. പ്രത്യേകിച്ച് നാഗാർജുനി ഗുഹകളിലെ ശാസനങ്ങൾ ദശരഥന്റെ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ നൽകുന്നു. എന്നാൽ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ ശക്തി ഇതിനകം തന്നെ കുറഞ്ഞിരിക്കുകയായിരുന്നു. തുടർന്ന ഭരണത്തിലേറിയത് സമ്പ്രതിയായിരുന്നു. സമ്പ്രതി ജൈനമതവുമായി ബന്ധപ്പെട്ട ഭരണാധികാരിയായി പരാമർശിക്കപ്പെടുന്നു. ജൈന സന്യാസിമാർക്ക് സംരക്ഷണം നൽകിയതായി ജൈന സാഹിത്യങ്ങളിൽ കാണുന്നു. അശോകൻ ബുദ്ധമതത്തെ പിന്തുണച്ചതുപോലെ സമ്പ്രതി ജൈനമതത്തെ പ്രോത്സാഹിപ്പിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ ഇതിനകം തന്നെ ചുരുങ്ങിത്തുടങ്ങിയിരുന്നു. അതിനുശേഷം വന്നത് ശലിശുകയാണ്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ പരിമിതമാണ്. പുരാണങ്ങളിൽ നിന്ന് മാത്രമാണ് കൂടുതലായി അറിയുന്നത്. ഭരണത്തിന്റെ കാര്യക്ഷമത കുറഞ്ഞതായി കരുതപ്പെടുന്നു. കേന്ദ്രാധിപത്യത്തിന്റെ ദൗർബല്യം വർദ്ധിച്ചു. അടുത്ത രാജാവായിരുന്നു ദേവവർമ്മൻ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും സാമ്രാജ്യത്തിന്റെ ശക്തി മുൻകാലത്തെപ്പോലെ ഉണ്ടായിരുന്നില്ല. പ്രാദേശിക ഭരണാധികാരികൾ സ്വാതന്ത്ര്യബോധത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. കേന്ദ്രഭരണം നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിയത്. തുടർന്ന് അധികാരത്തിലെത്തിയത് സതധാന്വനായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളും വളരെ കുറവാണ്. എന്നാൽ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ഈ ഘട്ടത്തിൽ മൗര്യ സാമ്രാജ്യം ഒരു വലിയ രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ നിലനിന്നിരുന്നില്ല എന്നതാണ്. അവസാനമായി ഭരണത്തിലേറിയത് ബൃഹദ്രഥ മൗര്യയാണ്. ഇദ്ദേഹം മൗര്യവംശത്തിന്റെ അവസാന രാജാവായിരുന്നു. 185 BCEയിൽ സേനാനായകനായ പുഷ്യമിത്ര ശുംഗൻ ഇദ്ദേഹത്തെ വധിക്കുകയും അതോടെ മൗര്യ സാമ്രാജ്യത്തിന് വിരാമമിടുകയും ചെയ്തു. അതോടെ ശുംഗവംശത്തിന്റെ ആരംഭമായി. സംഗ്രഹിച്ചു പറയുകയാണെങ്കിൽ അശോകന് ശേഷമുള്ള മൗര്യ രാജാക്കന്മാർക്ക് ശക്തമായ രാഷ്ട്രീയ നേതൃത്വവും സാമ്രാജ്യ ഏകത്വവും നിലനിർത്താൻ സാധിച്ചില്ല.
ഭരണദൗർബല്യം, പ്രാദേശിക കലാപങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ ചേർന്ന് സാമ്രാജ്യത്തിന്റെ വീഴ്ചയ്ക്ക് കാരണമായി. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മഹത്തായ ഒരു അധ്യായമായ മൗര്യ സാമ്രാജ്യം അവസാനിച്ചു. അപ്പോൾ നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ചോദ്യം ഇതാണ്: ഈ തകർച്ച ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ? കഴിവുള്ളൊരു ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിൽ ഈ സാമ്രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നോ? അകത്തുനിന്നും പുറത്തുനിന്നും ഒരുപോലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ തകർന്നടിഞ്ഞ മൗര്യന്മാരുടെ കഥ ഒരുപക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നായിരിക്കാം. ഏതു വലിയ ശക്തിക്കും അടിതെറ്റാമെന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ആലോചിച്ചു നോക്കൂ.